എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2 ആക്ടിവിറ്റീസാണ് എഴുതാനുള്ളത്. സിമ്പിൾ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വിവിധ തരം കുടുംബങ്ങളെക്കുറിച്ചാണ്. ഒന്നാണ് കുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. കൂട്ടുകാരെ, ഈ അവർ ഫാമിലി എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാഠത്തിലെ മുഴുവൻ കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിനായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠത്തെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബം. കൂട്ടുകാരെ, നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും നിങ്ങളും മാത്രമുള്ള കുടുംബം എങ്ങനെയാണ്? അണുകുടുംബം. ആ കുടുംബം അറിയപ്പെടുന്നത് അണുകുടുംബം എന്നാണ്. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബത്തെ നമ്മൾ എന്താണ് പറയുന്നത്? വിസ്തൃത കുടുംബം. അതായത് നിങ്ങളും നിങ്ങളുടെ അച്ഛൻ്റെ ഏട്ടനും അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ അനുജത്തിയും എല്ലാവരും ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അത് വിസ്തൃത കുടുംബമാണ്. അടുത്തത് 3-4 തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന കുടുംബം, കൂട്ടുകുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. 3-4 തലമുറകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുത്തശ്ശിമാർ, അവരുടെ അമ്മയച്ഛനും പിന്നെ നിങ്ങളുടെ അമ്മയച്ഛനും എല്ലാവരും ഒരു വീട്ടിൽ, ഓക്കെ, എല്ലാവരും ഒരു വീട്ടിലുള്ളപ്പോൾ അത് കൂട്ടുകുടുംബമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അപ്പൂപ്പനുണ്ട്, എല്ലാവരും ഒരു വീട്ടിലുണ്ട്. അപ്പോൾ എന്താണ് കൂട്ടുകുടുംബം. ഓക്കെ, മനസ്സിലായി കൂട്ടുകാരി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്. ദ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ ആൻഡ് ദിയർ ചിൽഡ്രൻ. എന്താണ് ന്യൂക്ലിയർ ഫാമിലി? When 2 or 3 nuclear families live together, extended family. 3 or 4 generations live together is called a joint family. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിവിധ തരം കുടുംബങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മേക്ക് എ ബ്രീഫ് നോട്ട് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്. നമ്മൾ 3 കുടുംബങ്ങളെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം. Nuclear family consists of father, mother and their children. When 2 or 3 nuclear families live together, they form an extended family. 3 or 4 generations live together is called a joint family. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബമാണ് അണുകുടുംബം. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം. 3-4 തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് കൂട്ടുകുടുംബം. എല്ലാവരും ഇങ്ങനെ എഴുതിയെടുക്കാം കേട്ടോ. നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ ഫാമിലീനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഫാമിലി നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഫ്ലുവൻസാണ് നമുക്ക് ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലേ? നമ്മളിൽ എന്ത് സ്വാധീനമാണ് ഫാമിലിയിൽ നിന്നുണ്ടാകുന്നത്, ഫാമിലി നമുക്കായി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ഫാമിലിക്കായി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും പാഠം നന്നായിട്ട് വിക്ടേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുക, വർക്ക്ഷീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോട് എല്ലാവരോടും ഹായ് പറയാം. ദീപകിന് ഒരു ബിഗ് ഹായ്. ഗേൾസിനും ഷീൻ ബാബുവിനും ഒരു ബിഗ് ഹായ്. സച്ചുവിന് ഒരു ബിഗ് ഹായ്. അനുഷ അശോകിനും സമീദാനും ഒരു ബിഗ് ഹായ്. റഹീമിനും മുബാറക്കിനും ഒരു ബിഗ് ഹായ്. സെൻഹയ്ക്കും ഫിദയ്ക്കും ഒരു ബിഗ് ഹായ്. അഞ്ജന ആനിഷിന് ഒരു ബിഗ് ഹായ്. സുഡിയയ്ക്കും ആയിഷ സിൻഹയ്ക്കും ഒരു ബിഗ് ഹായ്. റിൻഷ ഫാത്തിമയ്ക്ക് ഒരു ബിഗ് ഹായ്. അനൂസ് വ്ലോഗിനും ഒരു ബിഗ് ഹായ്. ദർശനയ്ക്കും റിൻഷാനിക്കും ഒരു ബിഗ് ഹായ്. ലെനയ്ക്കും മിന്നുനും ഒരു ബിഗ് ഹായ്. സമൃദ്ധിക്ക് ഒരു ബിഗ് ഹായ്. ലവ്ലി സിസ്റ്റേഴ്സിനും ജഹ്റാസ് വേൾഡിനും ഒരു ബിഗ് ഹായ്. ആയിഷ പാത്തുവിനും ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.